നമസ്കാരം. ഇന്ന് 2025 നവംബർ മാസം 7 വെള്ളി. സമൃദ്ധി സാംസ്കാരിക വേദി നുറുങ്ങു വാർത്തയിലേക്ക് സ്വാഗതം. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിധിയെഴുതിയ ജനങ്ങൾ നിയമസഹായ വിതരണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള ദ്വിദിന ദേശീയ സമ്മേളനത്തിന് പ്രധാനമന്ത്രി നാളെ ഉദ്ഘാടനം ചെയ്യും. വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികാഘോഷങ്ങൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഒരു തൈ നടാം ജനകീയ വൃക്ഷവൽക്കരണ ക്യാമ്പയിൻ അഭിനന്ദനാർഹമായ നേട്ടമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. സുസ്ഥിര വ്യോമയാന ഇന്ധന ഉൽപാദനത്തിൽ ഇന്ത്യ ഗണ്യമായ പുരോഗതി കൈവരിച്ചതായി കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു. അംഗീകൃത മെഡിക്കൽ യോഗ്യതയില്ലാത്ത ഫിസിയോതെറാപ്പിസ്റ്റുകളും ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റുകളും പേരിന് മുന്നിൽ ഡോക്ടർ എന്ന പദം ഉപയോഗിക്കുന്നതിനെതിരെ ഉത്തരവ് പുറപ്പെടുവിച്ച് കേരള ഹൈക്കോടതി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജു അറസ്റ്റഡ്. സ്വർണ്ണം പണമാക്കി മാറ്റാനാകുന്ന നിക്ഷേപ രീതി വേണമെന്ന് SBI റിസർവ്. കേരള സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷൻ കാഴ്ച പരിമിതർക്ക് സ്മാർട്ട് ഫോൺ നൽകുന്ന കാഴ്ച പദ്ധതിയിലേക്കും കേൾവി പരിമിതർക്ക് ശ്രവൺ പദ്ധതിയിലേക്കും അപേക്ഷ ക്ഷണിച്ചു. തദ്ദേശ ഭരണ സംവിധാനങ്ങളിലേക്ക് കൂടുതൽ പ്രൊഫഷണലുകൾ കടന്നുവരണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A ഷാജഹാൻ. അമേരിക്കയിലെ ഷട്ട്ഡൌൺ 10% വിമാന സർവീസുകൾ നിർത്തലാക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ അഗോള ബച്ചുവാന സന്ദർശനം നാളെ ആരംഭിക്കും. സമൃദ്ധി സാംസ്കാരിക വേദി, ഒരു സ്നേഹ സൗഹൃദ കുടുംബ കൂട്ടായ്മ.